ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇപ്പോൾ വേനൽക്കാലമല്ലേ. ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ ധാരാളമായിട്ട് നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. ഇനി മുതൽ നാരങ്ങാനീര് പിഴിഞ്ഞെടുത്ത് ആ തൊലി വെറുതെ കളയണ്ട. അത് വെച്ച് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? നാരങ്ങ പിഴിയുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെയല്ലേ ഉണ്ടാവുകയുള്ളൂ. ഒന്നോ രണ്ടോ നാരങ്ങാത്തൊണ്ട് വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാത്രം നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാൽ മതി. അതുവരെ ഈ തൊണ്ട് എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ഭരണി എടുത്ത് അതിലേക്ക് നാരങ്ങ പാകത്തിന് കട്ട് ചെയ്ത് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു നാരങ്ങ 4 കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പായാലും മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. നാരങ്ങ ഉപ്പിട്ട് വെക്കുമ്പോൾ കേടാകാതെ ഇരിക്കുകയും നാരങ്ങ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ ഉപ്പും വെള്ളവും എല്ലാ നാരങ്ങയിലും പിടിക്കുന്നത് പോലെ നന്നായി ഒന്ന് കുലുക്കി വെക്കുക. ഇനി ഇത് ഒരു 1-2 ദിവസം കൂടുമ്പോൾ നാരങ്ങ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ നാരങ്ങ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നാരങ്ങ പിഴിയുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് നാരങ്ങാത്തൊലി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പോട്ട് എടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണ തന്നെയാണ്. അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഉപയോഗിക്കുന്നത് അച്ചാർ ഒത്തിരി കാലം കേടുകൂടാതെ ഇരിക്കാനും കൂടാതെ നല്ലൊരു രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ചാറിൽ എണ്ണയും ഉപ്പുമൊക്കെ ധാരാളം ഉപയോഗിക്കും. കാരണം അച്ചാർ കേടുകൂടാതെ ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് കളറ് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരമൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായി മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വളരെ ചെറിയ തീയിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ മൂത്ത് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ നാരങ്ങ 1 മാസത്തോളമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മളിവിടെ ഈ വെള്ളത്തോടു കൂടിയാണ് ഈ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 250 ഗ്രാം ഈന്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. 1 കിലോ നാരങ്ങയ്ക്ക് 1/4 കിലോ ഈന്തപ്പഴം എന്ന കണക്കിലാണ് ഈന്തപ്പഴം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് നേരത്തോളം നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതെല്ലാം ഇപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വിനാഗിരി ചേർക്കുന്നതോടുകൂടി അച്ചാറിന് നല്ലൊരു ഗ്രേവി കിട്ടും. അച്ചാർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണതെങ്കിൽ ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി അച്ചാർ ടേസ്റ്റ് ചെയ്ത് എരിവും പുളിയും മധുരവും ഒക്കെ പാകമാണോ എന്ന് പരിശോധിക്കുക. മധുരം കുറവുള്ള ഈന്തപ്പഴമാണെങ്കിൽ ആവശ്യത്തിന് മധുരം കൂടി ചേർക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാകും. ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാറിനെ ബിരിയാണി അച്ചാർ എന്നും വിളിക്കാറുണ്ട്. ഈ അച്ചാർ ബിരിയാണിയോടൊപ്പവും ചോറിനോടൊപ്പവും കഴിക്കാവുന്നതാണ്. അച്ചാർ നന്നായി ആറിയതിന് ശേഷം ഒരു ഭരണിയിലിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. വെള്ളമയം ഒട്ടുമില്ലാത്ത സ്പൂണും ഭരണിയും വേണം എടുക്കാൻ, അല്ലെങ്കിൽ അച്ചാർ കേടാകാൻ സാധ്യതയുണ്ട്. 2 ആഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം അച്ചാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും അച്ചാർ നല്ല ടേസ്റ്റിലും നാരങ്ങ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.